വാശി പിടിച്ച് പൊതു ഇടങ്ങളിൽ വെച്ച് രക്ഷിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്ന ചില വിരുദ്ധന്മാരുണ്ട്. ഉമ്മയെ അടിക്കും, ചവിട്ടും, കടിക്കും ഒക്കെ ചെയ്യും. അവരുടെ ആവശ്യം നിർവഹിച്ച് കിട്ടുന്നത് വരെ അവർ വാശി പിടിക്കും. നാലുപുറത്തുള്ളവരൊക്കെ നമ്മളെ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും, എന്താണ് ഇപ്പോൾ ഉമ്മ ചെയ്യുന്നത്, അവനെ തിരിച്ച് അടിക്കുമോ അതോ അവൻ്റെ വാശിക്ക് വഴങ്ങി കൊടുക്കുമോ എന്നൊക്കെ. രക്ഷിതാക്കൾ മനസ്സിലാക്കാനുള്ളത്, അങ്ങനെ നമ്മുടെ കുട്ടി വാശി പിടിക്കുന്നുണ്ടെങ്കിൽ രക്ഷിതാക്കൾ അപ്പോൾ ഒരു സമാധാനത്തിലും ശാന്തതയിലും ഒക്കെ അവനോട് പെരുമാറുന്നതാണ് കാര്യം കൂടുതൽ വഷളാവാതിരിക്കാൻ നല്ലത്. എന്നാൽ ഈ വാശി കുറക്കാൻ പല വഴികളുമുണ്ട്. അതിൽ ഒരു വഴി എന്താണെന്ന് വെച്ചാൽ, ഉദാഹരണമായി നമ്മളിപ്പോൾ കടയിലേക്കാണ് പോകുന്നതെങ്കിൽ നമ്മൾ അവനോട് പറയണം, ആദ്യം തന്നെ വീട്ടിൽ നിന്ന് പറയണം, തുറന്ന് സംസാരിക്കണം. അവിടെ പോയാൽ ഒരുപക്ഷെ ടോയ്സ് ഒക്കെ കാണും. നിനക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച വാങ്ങി തന്നതാണ്, ഇനി ഞാൻ അടുത്ത പ്രാവശ്യം മാത്രമേ വാങ്ങിത്തരൂ, അവിടെ പോയി വാശി പിടിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇങ്ങനെ നമ്മൾ അവനോട് തുടക്കത്തിൽ തന്നെ തുറന്ന് സംസാരിച്ചാൽ അവൻ്റെ വാശി അതോടുകൂടെ ഇല്ലാതാവും. അവൻ്റെ വാശി കുറക്കാനുള്ള ഒരു വഴിയാണത്.